രാജു പി നായർ, ഇവിടെ താങ്കൾ ദീർഘനാളായി വയനാട്ട് കഴിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് ഇലക്ഷൻ്റെ ഭാഗമായി ഒരുപാട് നാൾ താങ്കൾ വയനാട് ചെലവഴിക്കുന്ന ആളാണ്. ഞാൻ പോയ ദിവസങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ടത് അവിടുത്തെ ഈ ചൂരൽമല മുണ്ടക്കൈ മേഖല മാത്രമൊന്നുമല്ല, ബത്തേരിയിലാവട്ടെ, കൽപ്പറ്റയിലാവട്ടെ, അവിടുത്തെ കടക്കാരാവട്ടെ, അവിടുത്തെ സാധാരണ പഴം വയ്ക്കുന്ന സാധാരണ മനുഷ്യരാവട്ടെ, അവർ നമ്മളുള്ള സ്നേഹത്തിൽ ഓടി അടുത്ത് വന്ന് നമ്മളോട് പരിചയപ്പെട്ട ശേഷം ആദ്യം പറയുന്നത് ജീവിക്കാനുള്ള നിവൃത്തിയില്ലായ്മയെക്കുറിച്ചാണ്. വയനാട് ഒന്നാകെ നടുതളർന്ന് നിൽപ്പാണ്. ശ്രീ രാജു പി നായർ, ശരി, നമുക്ക് പറയാം, ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരം health disaster situations arise from large scale disasters where districts and the state may not have capacity to respond adequately and require assistance from the central government for reinstating the state and district machinery. ഒന്നുകൂടി ഇലാബറേറ്റ് ആയി പറഞ്ഞാൽ അത് ഒരു വൈഡ് സ്പ്രെഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, ഹൈ കാഷ്വാലിറ്റി റേറ്റ് ഉണ്ടാക്കണം. 400-ലധികം പേർ മരിച്ചതാണ് ഇവിടെ. സിവിയർ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ഉണ്ടാക്കണം. വയനാട് ഉണ്ടായിട്ടുണ്ട്. റീജിയണൽ ഓർ നാഷണൽ സ്കെയിൽ ഉണ്ടാവണം. റീജിയണൽ സ്കെയിലും നാഷണൽ സ്കെയിലും ഉണ്ട്. റിക്വയർഡ് സെൻട്രൽ അസിസ്റ്റൻസ്, കേന്ദ്ര സഹായം അനിവാര്യമാണ്. സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ലോസസ് എന്ന് പറയുന്നുണ്ട്. എത്രയാണ് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ എൽത്തയിൽ പെടുത്തണമെങ്കിൽ വേണമെങ്കിൽ ചട്ടപ്രകാരം തന്നെ പെടുത്താം, പക്ഷേ പെടുത്തില്ല. കാരണം വേറെയാണ് രാജു പി നായർ. അതിന് നമ്മൾ ഈ ചട്ടവും പേപ്പറും മെമ്മോറാണ്ടം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അല്ല, ഹാഷ്മി പറഞ്ഞത് സത്യമാണ്. കാരണം ഹാഷ്മി അവിടെ വരുമ്പോഴും നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ സജീവമായ ഒരു വയനാടിനെയാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ വയനാട് ഞാൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വയനാട് സത്യം പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് വയനാടിന് അനുഗ്രഹമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടുത്തെ ഹോട്ടൽ വ്യവസായം ഉൾപ്പെടെ മറ്റെല്ലാ വ്യവസായങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ആണ് കുറച്ച് സജീവമായത്. അതിനു മുമ്പ് എല്ലാ മേഖലയും തകർന്ന ഒരു സാഹചര്യത്തിലായിരുന്നു വയനാട്. മേപ്പാടിയിലും ചൂരൽമലയിലാണ് ഈ 2 വാർഡുകൾ പൂർണ്ണമായി ഒലിച്ചുപോയ ഒരു അപകടം ഉണ്ടായതെങ്കിൽ പോലും ആ വയനാട് ജില്ല മുഴുവൻ ഇതിൻ്റെ ദുരന്തഫലം അനുഭവിച്ചതാണ്. ടൂറിസം സെക്ടർ അനുഭവിച്ചു, അഗ്രികൾച്ചർ സെക്ടർ അനുഭവിച്ചു, ചെറുകിട വ്യാപാര മേഖല അനുഭവിച്ചു. അങ്ങനെ ഈ പറയുന്ന ദുരന്തത്തിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് എല്ലാ മനുഷ്യരെ അത് അനുഭവിച്ചതാണ്. അവിടുത്തെ ജോലി സാധ്യതകൾ ഇല്ലാതാവുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഞാനൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഈ ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആൾക്കാരില്ല, വന്ന് ഭക്ഷണം കഴിക്കാൻ ആൾക്കാരില്ല, ടൂറിസ്റ്റുകളില്ല. ഓണത്തിൻ്റെ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും കൂടി വയനാട് പോയി താമസിച്ചാണ്. അവിടെ അപ്പോഴും ഹോട്ടൽ മുറികൾ ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ദുരന്തത്തിലാണ് വയനാട് പോയത്. ഇവിടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 10 വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷ, ഹാഷ്മി പറഞ്ഞ പോലെ ഞാനും ചർച്ചയിലുണ്ടായിരുന്നു. ഞാനും പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നു. പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തി. ആ വിദഗ്ധ സംഘം എത്തിയത് എന്തിനായിരുന്നു അന്ന് ചർച്ചയിൽ പറഞ്ഞു, വിദഗ്ധ സംഘം എത്തി, വിദഗ്ധ സംഘം കാര്യങ്ങളെ പഠിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി എത്തുമ്പോൾ ഒരു പാക്കേജ് അനൗൺസ് ചെയ്യും. BJPയുടെ നേതാക്കന്മാർ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യമാണിത്. വിദഗ്ധ സമിതി വന്ന് പഠിച്ച് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഒരു പാക്കേജ് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞു പോയത് നമ്മൾ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നു. അവസാനം അന്ന് അനൗൺസ്മെന്റ് ഇല്ലാത്തപ്പോൾ പറഞ്ഞു അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാ കണക്കുകളോട് മാറി നിൽക്കട്ടെ. ഇത്രയും വ്യാപകമായ ഒരു ദുരന്തമുണ്ടായ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് 400-ന് മേൽ ആൾക്കാർ മരിച്ചത് കണ്ട സ്ഥലത്ത്, മുഴുവൻ സ്കൂളുകൾ ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നശിച്ചു പോയൊരു സ്ഥലത്ത് അടിയന്തര ധനസഹായം ഒരു എമൗണ്ട് പ്രഖ്യാപിക്കാലോ. ഒരൊറ്റ എമൗണ്ട്, ഒരു 500, 600, 1000 കോടിയോ അടിയന്തര സഹായം പ്രഖ്യാപിക്കാം. ബാക്കി നിങ്ങൾ കണക്കുമെല്ലാമായിട്ട് വാ. ജനങ്ങൾക്ക് ആ പണം കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നതിന് ഇതൊരു തടസ്സമാവരുത്. അത് പ്രഖ്യാപിക്കാൻ അവകാശവും അധികാരവുമുള്ള ഒരാളാണ് പ്രധാനമന്ത്രി, ഇല്ലേ? പ്രധാനമന്ത്രിക്ക് അത്തരത്തിലുള്ള സവിശേഷമായ അധികാരങ്ങളുണ്ട്. നമ്മൾ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സാങ്കേതികത്വം തൽക്കാലം അവിടെ നിൽക്കട്ടെ. മാനുഷിക പരിഗണന വെച്ച് പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടെടുത്ത് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല? അത് കഴിഞ്ഞപ്പോൾ നീട്ടിപ്പോയി. ഇപ്പൊ എത്ര മാസമായി? അവിടെ സാധാരണ മനുഷ്യർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കാനായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന പണം പര്യാപ്തമല്ല. അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. 30 ദിവസത്തേക്കാണ് 300 വെച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. ആ പണം കൊടുക്കാൻ കഴിയുന്നില്ല, അടിയന്തര ധനസഹായം കൊടുക്കാൻ കഴിയുന്നില്ല. ഇത്രയുമുള്ളൊരു സാഹചര്യത്തിൽ ആ ജനതയെ സഹായിക്കാൻ എല്ലാ സാങ്കേതികത്വത്തിനും അപ്പുറം മനുഷ്യത്വം ഉണ്ടാവണം. ആ മനുഷ്യത്വം ഇന്ന് കാണാതിരിക്കുന്നത് സംഘികളിൽ മാത്രമാണ്. എനിക്ക് ജയേന്ദ്ര മാസ്റ്ററോടൊക്കെ ബഹുമാനമുണ്ട്. പക്ഷേ അങ്ങയോട് ഞാനൊരു കാര്യം പറയാം. ഏതൊരു പാർട്ടിയാണെങ്കിലും ശരി, ഈ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനും സാധാരണ ജനങ്ങളുടെ താല്പര്യത്തിനും എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നിലപാടെടുക്കാൻ കഴിയണം. BJPയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് നിലപാടെടുക്കാൻ കഴിയണം. ഇത് ശരിയല്ല,
ഞങ്ങളെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും എടുക്കുന്നത് ഈ കേരളത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. എപ്പോഴും കേരള വിരുദ്ധ സമീപനം എടുക്കൂ. ഹാഷ്മി, ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടല്ല, പക്ഷെ ഇവരുടെ മനോഭാവം മനസ്സിലാക്കാൻ പറയാം. അവിടെ അജേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊന്നു. വന്നപ്പോ എന്തായിരുന്നു, കർണാടകയിൽ നിന്ന് റേഡിയോ കോൾ ഇട്ട ഒരു ആനയാണ് വയനാട് എത്തി അജേഷിനെ കൊലപ്പെടുത്തിയത്. അതിന്റെ പേരിൽ ഇവിടുത്തെ രാഹുൽ ഗാന്ധി MP ഉൾപ്പെടെ കർണാടക സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾക്കും ഒരു ധാർമ്മിക ബാധ്യതയുണ്ട്, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപ കർണാടക സർക്കാർ ആ സഹായധനം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു BJP എടുത്ത നിലപാട്? BJP എടുത്ത നിലപാടിനെ തുടർന്ന് അജേഷിന്റെ കുടുംബത്തിന് ആ പണം വേണ്ട എന്ന് പറയേണ്ടി വന്നില്ലേ? എന്തുകൊണ്ട് കേരളത്തിലെ BJP അതിനെതിരെ പ്രതിഷേധിച്ചില്ല? എന്തുകൊണ്ട് കർണാടകയിലെ BJP അത്തരത്തിൽ മനുഷ്യത്വപരമായ സമീപനം എടുക്കുമ്പോൾ കേരള വിരുദ്ധ സമീപനം എടുക്കുന്നു? നിങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾ കേരള വിരുദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വന്നതിന് ശേഷം വയനാടിനെ സംബന്ധിച്ച്, ഈ ദുരന്തത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു? ഒരൊറ്റ തീരുമാനം പറ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിനെ L4 കാറ്റഗറിയിൽ പെടുത്തുക. സംസ്ഥാന സർക്കാരിന് മാത്രം കൈകാര്യം ചെയ്യാതെ കഴിയാത്ത കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുള്ള ഗണത്തിലേക്ക് ഇത് പെടുത്തുക. ഈ ദേശീയ ദുരന്തം എന്നൊക്കെ പറയുന്ന ടെക്നിക്കൽ ടേം ആണെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് ചെയ്തിട്ടില്ലല്ലോ. ജയേന്ദ്ര മാഷ് ഇവിടുന്ന് കണക്കിനെ സംബന്ധിച്ച് എല്ലാം പറയുന്നുണ്ടോ? കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഈ കഴിഞ്ഞ മാസം നടത്തിയ പ്രസ്താവനയിൽ ഈ കണക്കില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? നിർമ്മല സീതാരാമൻ എന്താ പറഞ്ഞത്? അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും, ഇല്ലേ? കണക്കില്ലാത്തത് കൊണ്ടാണ് ഈ പണം കൊടുക്കാൻ കഴിയാത്തത് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന KV തോമസിന് അയച്ചിരിക്കുന്ന കത്തിൽ പോലും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ കണക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ വാദം നിലനിൽക്കുന്നതല്ല. കണക്കില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ലയസ് ചെയ്ത് അത് നടത്തേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. അത് കൊടുക്കാനുള്ള ബാധ്യതയും സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ നിർമ്മല സീതാരാമന്റെ ഓഫീസിൽ നിന്നോ കണക്കില്ലാത്തത് കൊണ്ട് ഈ പണം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞില്ല. മാത്രമല്ല ഇത് കോടതിയിലും പറഞ്ഞിട്ടില്ലാന്നേ. എവിടെ അത് ഈ BJP നേതാക്കൾ പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്നതല്ലാതെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല, നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടില്ല. ദാ ഇപ്പൊ ഇന്ന് കോടതി വരികയാണ്. കോടതി വന്നപ്പോൾ കോടതിയിൽ കേന്ദ്രം പറയണ്ടേ? കോടതിയിൽ കേന്ദ്രം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല ഇതുവരെ എന്നാ പറയുന്നത്. 112 ദിവസമാണ് കേട്ടോ. അവിടെ മനുഷ്യൻ കിടന്ന് പെടാപ്പാട് പെടുകയാണ്, തീരാദുരിതപ്പെടുകയാണ്. ഹൈപ്പവർ കമ്മിറ്റി ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതെ, അതാണ് ഹാഷ്മി. അപ്പൊ ഞാൻ പറയുന്നത് വയനാട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്താ? വയനാട് ഉണ്ടാവേണ്ടത് കേന്ദ്രത്തിന്റെ പ്രത്യേക പരിഗണനയും അതനുസരിച്ചുള്ള പ്രത്യേക പാക്കേജുമാണ്. നേരത്തെ അനിൽകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇവർ പറയുന്നത് മുഴുവൻ ഒരു വർഷം ഒരു സംസ്ഥാനത്തിന് ദുരന്ത നിവാരണത്തിന് വേണ്ടി തയ്യാർ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പണത്തിനെ സംബന്ധിച്ചാണ് ഈ 149 കോടി പറയുന്നത്. അതിന് പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട്. അതെടുത്തുകൊണ്ട് അവിടുത്തെ മറ്റേതെങ്കിലും വ്യവസായത്തെ സഹായിക്കാൻ കഴിയുമോ? ഒരു പരിധിക്കപ്പുറം വാടക പോലും കൊടുക്കാൻ കഴിയില്ല. ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 2500 രൂപ താൽക്കാലിക ഇതിനു വേണ്ടിയിട്ടുള്ള പണം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒട്ടേറെ പ്രതിബന്ധങ്ങളുള്ള മാനദണ്ഡങ്ങളുള്ള ആ പണമല്ല ഇതിനാവശ്യം. ഇവിടെ ആവശ്യം വയനാടിനെ കണ്ട് വയനാടിൻ്റെ വേദന അറിഞ്ഞ് വയനാടിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രത്യേകമായി നിർണ്ണയിക്കുന്ന പാക്കേജാണ്. ആ പാക്കേജ് പ്രകാരമേ അവിടുത്തെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുള്ളൂ. അവർക്ക് പുനരധിവാസം നടത്താൻ കഴിയുള്ളൂ. അവര് മറ്റുള്ള അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് 100% ശരിയാണ്. ഞാൻ ചേരുന്നു. ഞാൻ അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഷെഫീഖ് മുണ്ടക്കൽ പോട്ടെ. BJPക്ക് അറിയാഞ്ഞിട്ടല്ല. ശരി, അല്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി അവർക്ക് നല്ല പറയാൻ കഴിയുള്ളൂ. പക്ഷെ BJPയുടെ സമീപനം ഈ നാടിനെ വഞ്ചിക്കുന്ന സമീപനമാണ്. എന്നെല്ലാം കേരളത്തിന്റെ ഒരു വൈകാരികമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ, കേരളത്തിന് വൈകാരികമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അന്നെല്ലാം പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രം മാത്രമേ BJPക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് 2018 മഹാപ്രളയത്തിലാണെങ്കിലും ഈ പറയുന്ന വയനാട് ദുരന്തത്തിലാണെങ്കിലും അജേഷിന്റെ കാട്ടാന ആക്രമണത്തിന്റെ ആണെങ്കിലും ഏത് കാര്യത്തിലും കേരളത്തിന്റെ സ്പിരിറ്റിനെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് ഈ BJP എന്നും എടുത്തിട്ടുള്ളത്. അപ്പുറം മനുഷ്യത്വവും ഈ നാടിന്റെ അഭിമാനവും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ജയേന്ദ്ര മാഷ് ഓർക്കണം.